ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മക്കൾ അച്ഛനെയും അമ്മയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഒരുമിച്ചുള്ള ഒളിച്ചോട്ടം. വല്ലാത്തൊരു ക്ഷീണം. തളർച്ച തോന്നുമ്പോ കഴിക്കാൻ ഡോക്ടർ ഒരു ഗുളിക തന്നിരുന്നു. ആ ഗുളികയാ ഹരിത അങ്ങോട്ടോ വലിച്ചെറിഞ്ഞു കളഞ്ഞത്. സ്വന്തം മകളെ പോലെ ഞാൻ അവളെ സ്നേഹിച്ചത്. അവളുടെ ഒരാവശ്യങ്ങൾക്കും ഒരു കുറവും വരുത്താതിരിക്കാൻ ഞാനും മാധവേട്ടനും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സ്നേഹിക്കല്ലാതെ ഇഷ്ടക്കേടിന്റെ ഒരു തരിമ്പ് പോലും എന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ടും പുതിയൊരു താമസ സ്ഥലവും സ്വാതന്ത്ര്യവും കിട്ടിയപ്പോ അവളെല്ലാം പാടെ മറന്നുപോയി. ഒരു തരിമ്പെങ്കിലും സ്നേഹം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. മാധവേട്ടന് ഉറങ്ങിയിട്ടുണ്ടാവോ? ചെലവുകളുടെ കണക്കുകളൊക്കെ പറഞ്ഞ് പ്രകാശം മാധവേട്ടന്റെ ഉറക്കം കെടുത്തുണ്ടാവും. പാവ സുചിത്ര മാധവേട്ടനെ നല്ലതുപോലെ നോക്കുന്നുണ്ടാവും. അതാ ആകെ ഒരു സമാധാനം. ഒന്ന് വിളിച്ചാലോ? വേണ്ട, ഉറങ്ങിയെങ്കിൽ ഉണർത്തണ്ട. ഭഗവാനെ, മാധവേട്ടനാണല്ലോ. മാധവേട്ട. ചന്ദ്രു, നീ ഉറങ്ങിക്കാണുമെന്നാ ഞാൻ കരുതിയത്. ഇല്ല, മാധവേട്ടന്റെ ശബ്ദം ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചതേ ഉള്ളൂ. മാധവേട്ടൻ കിടന്നിട്ടുണ്ടാവൂന്ന് കരുതി. നീ ഉറങ്ങുന്ന സമയം കഴിഞ്ഞല്ലോ. നേരെ ഇത്രയായിട്ട് എന്താ ഉറങ്ങാത്തത്? അവിടെ ജോലി കൂടുതൽ വല്ലതും ഉണ്ടോ? ജോലി കൂടുതലോ? അവരെന്നെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കുന്നില്ല മാധവേട്ട. വെറുതെ ഇരുന്നു മടുത്തു. കൃത്യം 8 മണിയാവുമ്പോ ഉറങ്ങാനാ പറഞ്ഞിട്ടുള്ളത്. നിനക്ക് അവിടെ വിഷമങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് വിശ്വസിക്കാവോ ചന്ദ്രു? വിശ്വസിക്കാം. മോനും വരുമ്പോഴും എന്നെ പൊന്നുപോലെ നോക്കുന്നത്. എന്താ ചന്ദ്രു നിന്റെ ശബ്ദത്തിന് വ്യത്യാസം? നല്ല ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. നെഞ്ചുവേദന വന്നതും ആശുപത്രി പോയതൊന്നും മാധവേട്ടൻ അറിയണ്ട. പാവം വല്ലാതെ വിഷമിക്കും. ചന്ദ്രു, ചന്ദ്രു, നീ എന്താ ഒന്നും മിണ്ടാത്തത്? മാധവേട്ട, അത് പിന്നെ വെള്ളം മാറി കുളിച്ചതിന്റെ അസ്വസ്ഥതയായിരിക്കും. അതിനും മരുന്ന് കഴിക്കുന്നുണ്ട്. ഉടനെ മാറിക്കോളൂ. മാധവേട്ടന്റെ ശബ്ദത്തിനൊരു മാറ്റം പോലെ. എന്താ, വല്ലായ്ക്ക് വല്ലതുണ്ടോ? ഒന്നുമില്ല. എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, അതാ എന്റെ പ്രശ്നം. നീ അടുത്തില്ലാത്തതിന്റെ കുറവാ. എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയൊക്കെ അല്ലേ നമ്മൾ ഉറങ്ങുന്നത്. നീ ഇല്ലാതായപ്പോ അതിനൊന്നും കഴിയുന്നില്ല. നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക്. വല്ലാത്തൊരു ശ്വാസമുട്ടല, ഒറ്റപ്പെടല്. എങ്ങനെയും ശേഷിച്ച കാലം കൂടി നീ എന്റെ കൂടെ ഉണ്ടായേ പറ്റൂ. ചന്ദ്രു,
നമുക്കൊരു യാത്ര പോവാം. അങ്ങ് ദൂരെ ഹിമാലയത്തിലെങ്ങാനും പോയി ആരും അറിയാതെ ഒറ്റയ്ക്ക് താമസിക്കാം. മാധവേട്ടൻ ഭ്രാന്ത് പറയുന്നുവെന്ന് വിശ്വസിച്ചിട്ടാവും നിന്റെ ഈ മൗനം. ഭ്രാന്തല്ല ചന്ദ്രു. മക്കൾ അച്ഛനെയും അമ്മയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഒരുമിച്ചുള്ള ഒളിച്ചോട്ടം. കുറച്ച് പണം എന്റെ കൈവശമുണ്ട്. ഒരു തീർത്ഥാടനത്തിനാണെന്നും പറഞ്ഞ് മക്കളോടും മരുമക്കളോടുമൊക്കെ യാത്ര ചോദിച്ചിറങ്ങിയാ മതി. ഈ മാധവന്റെ ശരീരത്തിലെ അവസാന ശ്വാസം നിലയ്ക്കുന്നതുവരെ എന്റെ ചന്ദ്രു എന്റെ കൂടെ വേണം. അതെ, എന്റെ ചന്ദ്രുവിന്റെ മടിയില് തല വെച്ച് കിടക്കുമ്പോഴാവണം. ചന്ദ്രു, ഹലോ ചന്ദ്രു. ഞാൻ പറഞ്ഞതൊന്നും ചന്ദ്രു കേട്ടില്ലേ? അവൾ ഉറങ്ങിപ്പോയി കാണും. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവള് പറഞ്ഞതെല്ലാം കള്ളവാ. മനോജും ഹരിതയും കൂടി കഠിനമായി പണിയെടുപ്പിച്ച് അവളെ വശം കെടുത്തിയിട്ടുണ്ടാവും. സംസാരിക്കാൻ പോലും കഴിയാത്ത വിധം ക്ഷീണം കൊണ്ട് അവൾ ഇറങ്ങിപ്പോയതാവും. അല്ലെങ്കിൽ മാധവന്റെ ശബ്ദം കേട്ട ഒരിക്കലും ചന്ദ്രു ഉറങ്ങില്ല. വന്ദനേ, ഞാൻ ഉറങ്ങിക്കഴിയുമ്പോഴേക്കും വന്ദന മോളെ കൊണ്ട് വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. വന്നിട്ടുള്ള ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ.